നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് നമ്മൾ ന്യൂസിലൊക്കെ കാണുന്നത് പോലെ അടിയിലൂടെ ഇങ്ങനെ സ്ക്രോളായിട്ട് ടെക്സ്റ്റ് വരൂലേ, അതുപോലെ നമുക്ക് നമ്മുടെ വീഡിയോയിലും എങ്ങനെ എഡിറ്റ് ചെയ്ത് ആഡ് ചെയ്യാമെന്നാണ്. അതിനായി ഞാൻ യൂസ് ചെയ്യുന്ന കൈൻമാസ്റ്ററാണ്. പറഞ്ഞ് വിറപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനബിൾ ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനായി നമ്മൾ ആദ്യം തന്നെ കൈൻമാസ്റ്റർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഈ കൈൻമാസ്റ്റർ ആപ്ലിക്കേഷൻ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഞാൻ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. കൈൻമാസ്റ്റർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻഫേസ് ആണ് നമുക്ക് കാണാവുന്നത്. അതിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ 60:9 എന്ന റേഷ്യോ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ മേളിൽ മീഡിയ എന്ന ഓപ്ഷൻ കാണാം. അതിൽ നമുക്ക് വീഡിയോസ് സെലക്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ലെയേഴ്സിൽ ക്ലിക്ക് ചെയ്താൽ ടെക്സ്റ്റ് എന്ന് കാണാം. ആ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേരാണ് ടൈപ്പ് ചെയ്യുന്നത്, കണ്ടോളൂ. ചാനലിൻ്റെ പേര് ടൈപ്പ് ചെയ്തു ശേഷം ഇങ്ങനെ വെച്ചു. പിന്നെ അവിടെ ആ ടെക്സ്റ്റിൻ്റെ ലെയറിൽ ക്ലിക്ക് ചെയ്ത ശേഷം എക്സ്പാൻഡ് ചെയ്തു. വീഡിയോയുടെ അറ്റം വരെയും വെച്ചു. ശേഷം അവിടെ മേളിൽ കാണുന്ന എയിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഞാൻ ഇപ്പോൾ ഈ ഫോണ്ട് സെലക്ട് ചെയ്തു. നമുക്ക് ഫോണ്ട് സെലക്ട് ചെയ്യുന്ന പല പല ഫോണ്ട്സ് ഉണ്ട് അതിൽ. പിന്നെ ഏറ്റവും അടിയിൽ പോയി നമുക്ക് ഔട്ട്ലൈൻ കൊടുക്കാവുന്നതാണ്. ഞാൻ ഇപ്പോൾ ഔട്ട്ലൈൻ എനേബിൾ ചെയ്തിട്ടുണ്ട്, കണ്ടോ. നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഇതുപോലെ ഏറ്റവും അറ്റത്ത് കൊണ്ടുപോയി വെച്ചു. ശേഷം ഏറ്റവും അറ്റത്തേക്ക് വീഡിയോയുടെ അറ്റത്തേക്ക് കൊണ്ടുപോയി വെച്ചു. ശേഷം മേളിൽ കാണുന്ന കീ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ശേഷം ആ എഴുതിയ ടെക്സ്റ്റ് അപ്പുറത്തെ വശത്തേക്ക് സ്ക്രോൾ ചെയ്ത് കൊണ്ടുപോയി വെച്ചു. ശേഷം നിങ്ങൾക്ക് കാണാം, വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ കണ്ടോ ആ ടെക്സ്റ്റ് സ്ക്രോൾ ചെയ്ത് വരുന്നത്. ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ് വളരെ ഈസിയായി. ഇത് വളരെ ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. നമുക്ക് സേവ് ചെയ്യാൻ, ഞാനിപ്പോൾ സേവ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇതുപോലെ ഈസിയായി ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന കമൻറ്റ് ബോക്സിൽ